നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തു പറ്റി മാഡം? ഡോക്യുമെന്റ്സ് വല്ലതും വേണോ? അതൊക്കെ പറയാം. ആദ്യം മാധവൻ നായർ ബാങ്കിലോട്ടൊന്ന് വരണം. കുറുപ്പ് സാറിന് മകനായ ജഗനാണല്ലോ എല്ലാം. സ്വാഭാവികം. നിങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന്റെ ശക്തിയാണ് പാർട്ടിയുടെ നിലനിൽപ്പെന്നത് പരസ്യമായ രഹസ്യമാണല്ലോ. അതുകൊണ്ട് അറിയിച്ചില്ലെന്നേ ഉള്ളൂ. അതായത് ജഗന് എന്നിലുള്ള വിശ്വാസം, എനിക്ക് ജഗനിലുമുള്ള വിശ്വാസം, ഞങ്ങൾ രണ്ടുപേരിലും മാനേജർക്കുള്ള വിശ്വാസം, അതല്ലേ? അതെ, വിശ്വാസം അതല്ലേ എല്ലാം. പക്ഷേ ഈ മാധവനില്ലേ വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല. എന്നെ മാനേജരെ, ഈ ഡോക്യുമെന്റ്സ് എല്ലാം സമർപ്പിക്കേണ്ടത് ജഗനല്ലല്ലോ, മാധവനല്ലേ? അതെ. എന്നാലേ ഇവിടെ ഈട് വെക്കേണ്ട വസ്തുവിന്റെ ആധാരം മാധവന്റെ കയ്യിലില്ല. അത് എന്റെ കയ്യിലാണുള്ളത്. ഭദ്രമായിട്ട് വച്ചിരിക്കുക. ഈ ആധാരം സാറിന്റെ കയ്യിൽ എങ്ങനെ വന്നു? മാധവൻ നായർ സാറിന് പണയപ്പെടുത്തിയതാണോ? അല്ല, എന്റെ മാധവൻ നായരുടെ മക്കളിൽ ഒരാൾ എന്റെ സുഹൃത്തിന് പണയപ്പെടുത്തിയതാണ്. മക്കളിൽ ഒരാളോ? അതാരാണ് സാർ? അതൊക്കെ സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ആധാരം പണയപ്പെട്ട കാര്യം മാധവൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ആധാരം മാധവൻ ഈ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാനും കഴിയില്ല. ഇനി ലോൺ കൊടുക്കുന്ന കാര്യം ഭവതി തന്നെ തീരുമാനിക്കും. ഈ ജോലി കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ. കണ്ണിക്കണ്ട ഫ്രോഡുകൾക്ക് വേണ്ടി സ്വന്തം കഞ്ഞിയിൽ പാറ്റ് ഇടണോ? അപ്പൊ പിന്നെ ഞാനങ്ങോട്ട് എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. നന്ദി, നമസ്കാരം. അയ്യോ, എന്റെ ഉരുപ്പടി. അച്ഛാ, ഇതാരോ വിളിക്കുന്നു. കട്ടായി. ബാങ്കിൽ നിന്ന് മാഡം ആണല്ലോ. ഹലോ മാഡം, ഞാൻ മാധവൻ നായരാ. ഫോൺ അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോഴേക്കും കട്ടായി പോയി. കട്ടായി പോയതാണോ അതോ? അത് പോട്ടെ, നിങ്ങൾക്ക് ബാങ്കിലോട്ടൊന്ന് വരാൻ പറ്റുമോ? എപ്പോ വരണം മാഡം? ഇപ്പൊ ഒന്ന് വരാൻ പറ്റുമോ? വരാം മാഡം. എന്തു പറ്റി മാഡം? ഡോക്യുമെന്റ്സ് വല്ലതും വേണോ? അതൊക്കെ പറയാം. ആദ്യം മാധവൻ നായർ ബാങ്കിലോട്ടൊന്ന് വരണം. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് സംസാരിക്കാം. ശരി ശരി മാഡം. ശരി. എന്തു ചേച്ചാ? മാനേജർ അത്യാവശ്യമായിട്ട് എന്നോട് ബാങ്കിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അതാണോ കാര്യം? അച്ഛൻ ടെൻഷനൊന്നും അടിക്കണ്ട. എനിക്ക് ആ വഴിക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ബാങ്കിൽ ചെന്ന് മാനേജറായിട്ട് സംസാരിക്കാം. വേണ്ട മോളെ,
ലോൺ എൻ്റെ പേരിലാ. അപ്പോ ഞാൻ തന്നെയാ പോകേണ്ടത്. ചിലപ്പോ വല്ല സൈനും ചെയ്യാൻ കാണുമേ. ഞാനെന്നാ ബാങ്കിലേക്ക് പോയിട്ട് പെട്ടെന്ന് വരാം. എന്തിനായിരിക്കും മാനേജർ അച്ഛനെ വിളിപ്പിച്ചത്? ഇനി ആ പ്രമാണത്തിന്റെ കാര്യം വല്ലതും അച്ഛനോട് ബാങ്ക് മാനേജർ ആവശ്യപ്പെടോ? ആകെ പ്രശ്നമാവും. പ്രമാണം നഷ്ടപ്പെട്ടു എന്ന് അച്ഛൻ അറിഞ്ഞ ഈശ്വര, പിന്നെ എന്തൊക്കെയാ സംഭവിക്കുക? വന്ദനയാണല്ലോ. ഹലോ വന്ദന, പറയേ. ജഗ, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്തു പറ്റി? ബാങ്ക് മാനേജർ അച്ഛനെ വിളിച്ചു. എന്നിട്ട്? അച്ഛനോട് അത്യാവശ്യമായിട്ട് ബാങ്കിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ, അച്ഛൻ ബാങ്കിലേക്ക് പോയിരിക്കാം. മാനേജർ കാര്യമില്ലെന്ന് പറഞ്ഞോ? അല്ല, എന്തിനാ വിളിപ്പിച്ചെന്നോ വല്ല മറ്റോ? അതൊന്നും എനിക്കറിയില്ല. മാനേജറുടെ ഫോൺ വന്നപ്പോ അച്ഛൻ നല്ല ടെൻഷനിലായിരുന്നു. ബാങ്കിലേക്ക് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കേട്ടില്ല. ലോൺ അച്ഛന്റെ പേരിലായതുകൊണ്ട് അച്ഛൻ തന്നെ നേരിട്ട് പോവാണെന്നാ പറഞ്ഞത്. ജഗ, എനിക്കെന്തോ പേടിയാവുന്നു. വസ്തുവിന്റെ ഡോക്യുമെന്റ്സിനെ കുറിച്ച് ചോദിക്കാനായിരിക്കും മാനേജർ വിളിച്ചത്. എന്താ വേണ്ടെന്ന് ഒരു രൂപമില്ല എനിക്ക്. ജഗനെന്താ ഒന്നും മിണ്ടാത്തെ? വന്ദന, ടെൻഷൻ അടിക്കണ്ട. ഞാനിപ്പോ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ബാങ്കിലേക്ക് പോവാം. വന്ദന റെഡി ആയിട്ട് നിൽക്കും. എന്നാ വെച്ചേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.